ലക്ഷ്മീസ് ഫുഡ് കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇതുവരെയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന ചുവന്ന ബട്ടണിൽ പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ കാണുന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. നമസ്കാരം, ലക്ഷ്മീസ് ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. ഞാൻ ലക്ഷ്മി വിമൽ. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞല്ലോ, ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് സദ്യ റെസിപ്പിയിലാണ് ഫോക്കസ് ചെയ്യുന്നതെന്ന്. കാരണം വിഷു വരാൻ പോവുകയാണ്. അതിന് മുമ്പ് സദ്യയുടെ കുറച്ച് റെസിപ്പീസ് ഇടാനായിട്ടാണ്. അപ്പം ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ സദ്യ റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ ഫോൾഡറിൽ ചെക്ക് ചെയ്യണം. ഞാൻ ഡേ ബൈ ഡേ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം വിഷു ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എല്ലാ സദ്യ ഉണ്ടാക്കുക ഒരുവിധം ചെറിയ ഐറ്റംസ് എല്ലാം ഒന്നിച്ച് കിട്ടുന്ന തരത്തിൽ ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ ഇന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത് സദ്യ റെസിപ്പി തന്നെയാണ്. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് അവിയലാണ്. അവിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ സ്ഥലത്തേക്ക് പോകുന്തോറും അവിയൽ പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ ഞങ്ങളുടെ പാലക്കാട്ടുകാരുടെ അവിയൽ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആൻഡ് ഈസി മെത്തേഡിൽ ചെയ്യാവുന്ന 5-10 മിനിറ്റ്സിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു എളുപ്പമുള്ളൊരു അവിയലാണ്. പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ ഇത് തന്നെയാണ് ചെയ്യുന്നത്. അല്ലാതെ ഞാൻ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ചെയ്തതല്ല. അതിൻ്റെ അകത്ത് ജീരകവും വെളുത്തുള്ളി അങ്ങനത്തെ ഒരു ഐറ്റവും ഞങ്ങൾ ചേർക്കാറില്ല. എന്തായാലും ഈ അവിയൽ നിങ്ങൾ കണ്ടു നോക്കൂ, ട്രൈ ചെയ്ത് നോക്കൂ, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നമുക്കിന്ന് ഇത്തിരി അവിയൽ ഉണ്ടാക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്തിട്ടുണ്ട്. നോൺ സ്റ്റിക്ക് പാൻ വേണമെന്ന് ഒരു നിർബന്ധമില്ല, സാധാ ഏത് പാനിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ. ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് കഴുകി എടുത്തിട്ടുണ്ട്. കുറച്ച് ബീൻസ് ഉണ്ട്, ചേനയുണ്ട്, എല്ലാം ഈ ഷേപ്പിൽ തന്നെയാണ് അരിയാറ്. എല്ലാം കഴുകി വെച്ചിരുന്നതാണ്. കുമ്പളങ്ങയുണ്ട്, കുറച്ച് ക്യാരറ്റ് ഉണ്ട്, പിന്നെ മുരിങ്ങക്കായ ഞങ്ങളുടെ വീട്ടിൽ, അതായത് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ അമ്മ ഇതുപോലെ നെടുകെ കട്ട് ചെയ്തിട്ടാണ് യൂസ് ചെയ്യാറ്. അതുകൊണ്ട് ഞാനും അങ്ങനെ ചെയ്യുന്നുണ്ട്. കാരണം ആ മുരിങ്ങക്കായുടെ ടേസ്റ്റ് അവിയലിലേക്ക് ശരിക്കും കിട്ടുന്നുണ്ട്. ഒരു വെറൈറ്റി ഉണ്ടായിരുന്നു സംഭവം. വലിയ വലിയ കഷ്ണങ്ങളായിട്ട് കടിക്കുന്നുമില്ല. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മുരിങ്ങക്കായ ആയിട്ട് യൂസ് ചെയ്യാം. എന്താണെങ്കിലും ഇതുപോലെ നീളത്തിൽ വേണം എല്ലാ കഷ്ണങ്ങളും കട്ട് ചെയ്യാൻ. ഇത്രയും കഷ്ണങ്ങളിലേക്ക് ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുള്ളൂ. നിങ്ങൾ വിചാരിക്കേണ്ടത് എന്ത് പറ്റി ഇത്രയെന്ന്. അവിയൽ പൊതുവെ കുറച്ച് വെള്ളമല്ലേ ആവശ്യമുള്ളൂ. ലാസ്റ്റ് ഇത് വറ്റിക്കാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒഴിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നമുക്കിത് വേവിക്കാനിടാം. നമുക്കിതിനി ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വെച്ച് വേവിക്കാനിടാം. സാധാരണ അവിയൽ എന്ന് പറയുമ്പം നാട്ടിലെ ഓരോ ഭാഗത്ത് ഓരോ വീടുകൾ മാറുമ്പോഴും ചിലപ്പോൾ ആ റെസിപ്പി മാറുന്ന ഒരു സാധനമാണ്. സാമ്പാർ പോലെ തന്നെ പലരും പല തരത്തിലായിരിക്കും ഉണ്ടാക്കുന്നത്. ഞാനിവിടെ ഇപ്പോൾ കാണിക്കുന്നത് പക്ക പാലക്കാടൻ അവിയലാണ്. ഞങ്ങളുടെ നാട്ടിലുള്ള അവിയലിൽ മഞ്ഞൾപ്പൊടി പോലും ഇടില്ല. വൈറ്റ് കളർ അവിയലാണ് ഞങ്ങൾ ഉണ്ടാക്കാറ്. അതിലാകെ എരിവിന് പച്ചമുളക് മാത്രമാണ് ചേർക്കാറ്. വേറെ ഒന്നും യൂസ് ചെയ്യാറില്ല. അപ്പം അതുകൊണ്ട് ഓരോ സ്ഥലത്തുള്ള അവിയലിന് ഓരോ തരത്തിലുള്ള ടേസ്റ്റ് ആയിരിക്കും. രീതിയും ഭാവവും ഒക്കെ വ്യത്യാസമുണ്ട്. കഷ്ണങ്ങൾ പലരും പലത് ചേർക്കും. ഞാനിവിടെ 5 ഐറ്റം കഷ്ണങ്ങളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബീൻസ്, ക്യാരറ്റ്, കുമ്പളങ്ങ, മുരിങ്ങക്കായ, ചേന. ഇത് കൂടാതെ മെയിനായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് കൂടി വേണം. നേന്ത്രവാഴയ്ക്കയുടെ പച്ചക്കായയാണ് ശരിക്കും വേണ്ടത്. അത് കിട്ടിയില്ലെങ്കിലും ഏതെങ്കിലും ഒരു പച്ച വാഴക്കായെങ്കിലും ചേർക്കണം എന്നാണ് പറയുക. എനിക്ക് ഇന്നലെ കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ അത് യൂസ് ചെയ്യുന്നില്ല. അതും കൂടി വേണം. പിന്നെ നമുക്കിഷ്ടമുള്ള എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും ഓൾമോസ്റ്റ് അവിയലിൽ ചേരാത്ത കഷ്ണമില്ല എന്നാണ് ഞങ്ങളുടെ വീട്ടിൽ പറയുക. എൻ്റെ അമ്മയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. കഷ്ണങ്ങൾ നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് യൂസ് ചെയ്തോളൂ. പക്ഷെ ഞങ്ങളുടെ അവിടെയൊന്നും തക്കാളി യൂസ് ചെയ്യാറില്ല, അതുപോലെ ബീട്രൂട്ടൊന്നും യൂസ് ചെയ്യാറില്ല. ഓരോരുത്തരുടെ ഓരോ കൺവീനിയൻസ് അനുസരിച്ച് ഞാൻ എന്തായാലും ഞങ്ങളുടെ നാട്ടിലത്തെ അവിയലായി കാണിക്കുന്നത്. ഇത് നന്നായിട്ടൊരു 5 മിനിറ്റ് കിടന്ന് വേവട്ടെ. ഇപ്പം നമ്മുടെ കഷ്ണങ്ങൾ ഒരു 5 മിനിറ്റ് നേരം വെന്തു. കണ്ടോ, അതിൽ വെള്ളം എത്രയുള്ളതെന്ന് കണ്ടോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളൊരിക്കലും കൂടുതൽ വെള്ളം ഒഴിക്കരുത്. ഇപ്പോൾ ഇത്ര തന്നെ കൂടുതലാണ്. പക്ഷേ നമുക്കത് തുറന്ന് വെച്ച് ഇനി വറ്റിച്ചെടുക്കണം. ഈ ഉള്ള വെള്ളം ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് തന്നെ തുറന്ന് വെച്ചിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അടുക്കി പിടിക്കരുത്. നോൺ സ്റ്റിക്ക് അതുകൊണ്ട് പിടിക്കില്ല എന്നാലും. എന്നിട്ട് നമുക്ക് ആ സമയം കൊണ്ട് ഇതിലേക്ക് അരച്ച് ചേർക്കാനുള്ളത് തയ്യാറാക്കാം. ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിൽ ഒരു 1.5 കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ പച്ചമുളകിൻ്റെ എരിവ് അനുസരിച്ച് വേണം പച്ചമുളക് എടുക്കാൻ. കാരണം നമ്മൾ ഇതിൻ്റെ അകത്ത് മുളക് പൊടി ഒന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് എരിവുണ്ടാവില്ല. ഇത് മാത്രമേ എരിവിന് വേണ്ടി ഉണ്ടാവുള്ളൂ. ഇവിടുത്തെ മുളകിന് എരിവ് കുറവാണ്. നിങ്ങളുടെ മുളകിൻ്റെ എരിവ് അനുസരിച്ച് മാത്രം എടുക്കുക. ഇത് നമുക്കൊന്ന് ചതച്ചിട്ട് വരാം. അതായത് ഞാൻ സാധാരണ പറയാറുള്ള പോലെ
ലെഫ്റ്റ് സൈഡിലേക്ക് തിരിക്കുകയോ അല്ലെങ്കിൽ പൾസ് ബട്ടണിൽ അമർത്തുകയോ ചെയ്തൊന്ന് പൾസ് വിസ്കിൻ്റെ ആ ഒരു ഓപ്ഷൻ മാത്രം കൊടുത്തൊന്ന് ചതച്ച് ഒതുക്കിയെടുത്തിട്ട് വരാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് വെള്ളത്തിൻ്റെ അളവ് നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ ചതയ്ക്കുന്ന സമയത്ത് അതിൽ ഒട്ടും വെള്ളം ചേർക്കാതെ ജസ്റ്റ് ചതച്ചെടുത്തിരിക്കുന്നതാണ്. ഇതിൻ്റെ അകത്ത് ഒട്ടും വെള്ളം ഇല്ലെങ്കിൽ നിങ്ങളൊരു തുള്ളി വെള്ളം ജസ്റ്റ് 2-3 ടേബിൾ സ്പൂണൊക്കെ വെള്ളം ചേർത്തിട്ട് അരയ്ക്കാം. അതേസമയത്ത് ഇവിടെ കുറച്ച് വെള്ളം ബാക്കിയുള്ളത് കൊണ്ടാണ് ഞാനത് ചതച്ചെടുത്തേക്കണത്. ഇത് കണ്ടോ, ഈ ഒരു പരുവത്തിലാണത് ചെയ്തെടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഉപ്പിൻ്റെ അളവ് കൂടെ നോക്കുക, പോരെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യണം. അവിയലൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കണം, അല്ലാതെ ഒട്ടും അതിൻ്റെ അകത്ത് ജ്യൂസി എഫക്റ്റ് ഉണ്ടാവാൻ പാടില്ല. നമുക്കിത് ചേർത്തൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ വെള്ളം ഒട്ടും ചേർക്കാത്തത് കൊണ്ട് അത് കറക്റ്റായി. നമ്മൾ കുറച്ചുകൂടെ വെള്ളം ചേർത്തതാണെങ്കിൽ ചിലപ്പം ഈ ഒരു ലെവലിൽ ആവില്ല. ഇനി ഇപ്പോൾ ചേർത്ത അരപ്പിൻ്റെ പച്ചമണം പോകുന്നവരെ ഒരു 2-3 മിനിറ്റ് കിടന്ന് വേവട്ടെ. ഒരുപാട് നേരം ഇനിയിപ്പോൾ ഇതിലൊന്നും ചെയ്യാനൊന്നും ഇല്ല. അവിയലിൽ ഒരിക്കലും നാളികേരം നല്ല പോലെ അരയ്ക്കാനും പാടില്ല, ഒന്ന് ചതച്ചെടുക്കാൻ തന്നെ പറ്റുള്ളൂ. നമ്മുടെ കഷ്ണങ്ങൾ ഉടഞ്ഞു പോകാതെ വേണം ഇളക്കാൻ, കുത്തി ഇളക്കരുത്. ഇനി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കാനുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ തൈരാണത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മിക്സിയിലിട്ട് അടിക്കുന്ന സമയത്ത് തന്നെ തൈര് അതിലേക്ക് ചേർക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ പുളിപ്പ് അനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിന് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഞാൻ സാധാരണ പുളിപ്പ് കൂടി പോകണ്ടെന്ന് ഓർത്തിട്ട് നോക്കി മാത്രമേ ചേർക്കാറുള്ളൂ. ഇത് നമ്മുടെ അൽമറായുടെ തൈരാണ്. ഞാൻ ഒരു ദിവസം മുൻപ് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ഇതിലേക്ക് ചേർക്കാനായിട്ട് ആവശ്യമുള്ളത് കുറച്ച് പുളിച്ച തൈരാണ്. അതുകൊണ്ട് തൈര് നേരത്തെ തന്നെ പുറത്തെടുത്ത് വയ്ക്കുന്നതാണ് നല്ലത്. ഒരു 4 ടേബിൾ സ്പൂണോളം തൈര് ചേർത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പ് തൈരുണ്ട്. നിങ്ങളുടെ പുളിപ്പ് അനുസരിച്ച് വേണം തൈര് ചേർക്കാൻ. കൃത്യമായ ഒരളവ് ഞാൻ പറഞ്ഞാൽ ഇവിടുത്തെ തൈരും നിങ്ങളുടെ തൈരും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ തൈര് ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കുക. അത് കഴിഞ്ഞ് അധിക നേരം ഇത് കുക്ക് ചെയ്യാനും പാടില്ല. കാരണം തൈര് മോരൊക്കെ അധിക നേരം കുക്കാവുന്നത് നല്ലതല്ല. ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടുന്ന തരത്തില്ല. തൈരിപ്പം തണുത്ത തൈരായിരിക്കുമല്ലോ, അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറിലുള്ള തൈരായിരിക്കുമല്ലോ. അപ്പോൾ അതൊന്ന് കുക്കായി കിട്ടുന്നവരെ മാത്രം. ഒരു 2 മിനിറ്റ് പോലും വേണ്ട. സദ്യക്കൊക്കെ പ്രധാനപ്പെട്ട ഒരു റെസിപ്പിയും കൂടിയാണല്ലേ അവിയൽ. പക്ഷെ പലയിടത്തും പലതരത്തിലാണ്. നിങ്ങൾ ഈ അവിയൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഞങ്ങളുടെ അവിയലിൽ ഞങ്ങൾ സാധാരണ ജീരകമോ വെളുത്തുള്ളിയോ അങ്ങനത്തെ ഒരു ഐറ്റം ചേർക്കാറില്ല. അതുകൊണ്ട് ആരും ദയവേത് ചോദിക്കരുത് എന്താ ഇതിൽ ജീരകം ചേർക്കാത്തത്. പാലക്കാട്ടുകാരുടെ റെസിപ്പിയാണ്. ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ആയിരിക്കും ഇത് ചെയ്യാറ്. തൃശ്ശൂരുകാർ ജീരകവും കൂടെ ചേർക്കും, മഞ്ഞപ്പൊടിയും ചേർക്കും. വേറെ അങ്ങോട്ട് പോകുന്നതോറും പിന്നെ മൊത്തം വ്യത്യാസമാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അവിയലിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. അത് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം മാത്രമേ ചേർക്കാവുള്ളൂ. 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് ഒരല്പം കറിവേപ്പിൻ്റെ ഇല കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ മാത്രമേ അതിന് പെർഫെക്റ്റ് ആ ഒരു മണമൊക്കെ കിട്ടുള്ളൂ. സാധാരണ സൺഫ്ലവർ ഓയിലൊക്കെ ചേർത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ നാടൻ ആ ഒരു ടേസ്റ്റും മണമൊന്നും കിട്ടില്ല. അപ്പം നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് സെർവ് ചെയ്യാം. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. താങ്ക്